ഇത് കണ്ടോ, മാൻ പോകുന്നത് കണ്ടോ രാത്രിയിൽ നമ്മുടെ വണ്ടിയുടെ മുന്നിലൂടെ. അതുപോലെ കാട്ടാനക്കൂട്ടങ്ങൾ. ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുണ്ടൽപേട്ടയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയാണ്. അതും മുത്തങ്ങ ഫോറസ്റ്റിലൂടെ രാത്രിയിൽ ആനക്കൂട്ടങ്ങൾക്കൊക്കെ നടുവിലൂടെയുള്ള യാത്രയാണ്. വളരെ മനോഹരമായൊരു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. മൈസൂരിൽ തേരപ്പാല. ഇത് മൈസൂരിലെ ഒരു ഉൾഗ്രാമത്തിലൂടെയുള്ള റോഡാണ്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഞങ്ങളതിലൊരു യാത്ര നടത്തുകയാണ്. ഇതുണ്ട് ഒരു വണ്ടി. ഇത് പണ്ട് നമ്മുടെ കാളകളെയോ അതിനൊക്കെ കൊണ്ടുവന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. കാളവണ്ടി ഏറ്റവും തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ടയർ വ്യത്യാസമുണ്ട്. നമ്മുടെ അടുത്ത് കാളവണ്ടി ഇങ്ങനെയല്ല, ഈ ടയറല്ല. പിന്നെ വലിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. കണ്ടപ്പം ഒരു രസം തോന്നി ഞാൻ എടുത്താണ് കേട്ടോ. ഇത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ ആണ്. മൈസൂരിന് യാത്ര തിരിച്ചു കേട്ടോ. ഇനി നേരെ മുത്തങ്ങ വഴി വയനാട്, കോഴിക്കോട്. മസിനഗുഡി വഴി മൈസൂറിലേക്ക് നമ്മുടെ അവസാന വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടാണ് വന്നത്. അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളും. നമ്മുടെ വീഡിയോ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കണം. നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒരുപാട് ആരും കാണാത്ത ഒരുപാട് കാഴ്ചകളൊക്കെ അടങ്ങിയ വീഡിയോസാണ്. അതെല്ലാവരും കാണുക. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും മറക്കണ്ട.
ഈ യാത്രയിൽ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റും അതുപോലെ തന്നെ മുത്തങ്ങ ഫോറസ്റ്റും കവർ ചെയ്തിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ ഗുണ്ടൽപേട്ടയിലുള്ള കൃഷിപ്പാടങ്ങളാണ്. നമ്മൾ ഗുണ്ടൽപേട്ടയിലൊക്കെ കടന്നു കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റുന്നതാണ് പച്ചക്കറി കൃഷിത്തോട്ടങ്ങൾ. നമ്മുടെ ഈ ഗുണ്ടൽപേട്ടയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് പൂന്തോട്ടങ്ങൾ, അതായത് പൂക്കൃഷി. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഓണമൊക്കെ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൂക്കൾ വരുന്നത് ഈ ഗുണ്ടൽപേട്ടയിൽ നിന്നൊക്കെയാണ്. പക്ഷേ ഇവരിവിടെ പൂക്കൃഷി മെയിനായിട്ട് ചെയ്യുന്നത് ഇത് പെയിൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ പൂക്കൾ കൊണ്ടാണ് പെയിൻറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പെയിൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പൂക്കൃഷി ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഓണത്തിന് നമ്മൾ ഇവിടുന്ന് പൂക്കളെടുത്ത് അത്തപ്പൂക്കളെടുക്കുന്നു. നമ്മൾ വീണ്ടും ഫോറസ്റ്റിലോട്ട് കടന്നിരിക്കുകയാണ്. നമ്മൾ ഫോറസ്റ്റിലോട്ട് കടന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് കാണണോ? ഇതുണ്ടോ, കാട്ടാനകളുടെ ഒരു കൂട്ടം തന്നെയാണ് നമ്മൾ കണ്ടത്. ആനകളെ കാണാൻ തുടങ്ങിയപ്പോൾ കണ്ടോ എന്തോരം കാട്ടാനകളാണ് നിൽക്കുന്നത് കണ്ടോ. അതിന് തൊട്ടടുത്തൂടെ നമ്മൾ യാത്ര ചെയ്യാണ് വണ്ടിയിൽ. ഞങ്ങൾ നിർത്തിയിട്ടില്ല, അവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വണ്ടി പാസ് ചെയ്ത് പോണത്. നമ്മൾ ഈ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയൊക്കെ വരുമ്പോൾ കുറച്ച് നേരത്തെ ഫോറസ്റ്റ് കവർ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ കാട്ടിൽ കുടുങ്ങിപ്പോവും. കേരളത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. മുത്തങ്ങ ഫോറസ്റ്റാണ്. അങ്ങനെ വരുമ്പോൾ എന്താ മാന് നമ്മുടെ വണ്ടിയുടെ നേരെ മുന്നിൽ. ഒരു മാനല്ല, ഒരുപാട് മാനുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടീൻ്റെ മുന്നിൽ ഒരു മാൻ വന്നപ്പോൾ മറ്റുള്ള മാനുകളുടെ വീഡിയോ എടുക്കാൻ
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൂന്നാർ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോഴും നമ്മളൊരു പള്ളി പെരുന്നാളിൻ്റെ ഇടയ്ക്ക് പെട്ടിരുന്നു. ഇന്നും ചുണ്ടേപ്പള്ളി പെരുന്നാളാണ്. ആ ബ്ലോക്കിലാണ് ഞങ്ങളിപ്പോൾ പെട്ടിരിക്കുന്നത്. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു 8ൻ്റെ പണിയും കിട്ടി. വണ്ടിയുടെ ടയർ പഞ്ചറായി. ഇനി അത് മാറ്റിയിട്ട് എപ്പോൾ യാത്രയാവുമോ എന്തോ. എന്തായാലും നമ്മുടെ മൈസൂർ യാത്ര വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.